കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളും അവിടുത്തെ കോഴ്സുകൾക്കുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ എൻട്രൻസ് സംബന്ധമായ ലേറ്റസ്റ്റ് വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കീം 2024 ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് റിലീസായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ +2 കീം മാർക്കോടെ ചേർത്തുള്ള റാങ്ക് ലിസ്റ്റ് റിലീസായിട്ടുണ്ട്. റാങ്ക് ചെക്ക് ചെയ്യാത്തവർ എല്ലാവരും റാങ്ക് ചെക്ക് ചെയ്യുക. കേരളത്തിലെ ടോപ്പ് കോളേജ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ CET ട്രിവാൻഡ്രമാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. CET ട്രിവാൻഡ്രം വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരളയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും ഓൾഡായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. നല്ല ക്യാമ്പസ് ഇവൻറ്റ്സ് ഉള്ള ഒരു കോളേജ് കൂടിയാണ് CET ട്രിവാൻഡ്രം. ഇവിടെ നൽകിയിരിക്കുന്നത് CET ട്രിവാൻഡ്രത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ജനറൽ കാറ്റഗറി. ഇതിൽ സിവിൽ 6730, കമ്പ്യൂട്ടർ സയൻസ് 649. നല്ല ഡിമാൻഡ് ഉള്ളൊരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് CET ട്രിവാൻഡ്രത്ത്. ECE 860, മെക്കാനിക്കൽ 4068. രണ്ടാമത് വരുന്ന കോളേജാണ് GEC തൃശ്ശൂർ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അത്യാവശ്യം ഹൈ പ്ലേസ്മെൻറ്റ്സും പാക്കേജസും ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ് GEC തൃശ്ശൂർ. ഇത് നമ്മുടെ കേരളത്തിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. GECയിലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ജനറൽ കാറ്റഗറി ഇതിൽ നമുക്ക് കാണാം സിവിൽ 10,175, കമ്പ്യൂട്ടർ സയൻസ് 1,127. നല്ല ഹൈ റാങ്ക് വേണ്ട ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ്. ECE 1,970, മെക്കാനിക്കൽ 9,041. അടുത്തതായി വരുന്നൊരു കോളേജാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. ഇത് കീം കോളേജുകളിൽ ഒരു മൂന്നാമത് വരുന്ന ഒരു കോളേജാണ്. ഇതൊരു ഓട്ടോണമസ് കോളേജ് കൂടിയാണ്, ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടിയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെക്കാനിക്കൽ 14,940, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 3,786, കമ്പ്യൂട്ടർ സയൻസ് 2,119, സിവിൽ 12,354 എന്നിവയാണ് കഴിഞ്ഞ വർഷത്തെ ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക്. ഈ കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ് ആയതിനാൽ ഇവിടെ മാനേജ്മെൻറ്റ് കോൺട്രാ സീറ്റ്സ് ഉള്ളതാണ്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് കോളേജിനെ ഡയറക്റ്റായി കോൺടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ്. അടുത്ത കോളേജ് RIT കോട്ടയമാണ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. ഇതൊരു ഫുള്ളി ഗവൺമെൻറ് റൺഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. സോ ഗവൺമെൻറ് കോളേജുകളുടെ ഫീസും ആയിരിക്കും. ഈ കോളേജ് വൺ ഓഫ് ദി ടോപ്പ് 6 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള ആണ്. RIT കോട്ടയത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ജനറൽ കാറ്റഗറി സിവിൽ 17,566, CS 3,327, ECE 6,052, മെക്കാനിക്കൽ 20,142. അടുത്തതായി വരുന്നൊരു കോളേജാണ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ഇത് എറണാകുളം ജില്ലയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, ഒരു എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവിടെ അത്യാവശ്യം ഹൈ പ്ലേസ്മെൻറ്റ്സും ഹൈ പാക്കേജസും ഓഫർ ചെയ്യുന്നൊരു റെപ്യൂട്ടഡ് കോളേജാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് ഈ കോളേജിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 18,746, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5,476, കമ്പ്യൂട്ടർ സയൻസ് 2,660, സിവിൽ 17,679. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനും കമ്പ്യൂട്ടർ സയൻസിനും ഹൈ ഡിമാൻഡുള്ള ഒരു കോളേജ് കൂടിയാണ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. അടുത്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, എറണാകുളം. ഇതൊരു ഗവൺമെൻറ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹൈ പാസ് പെർസെൻറ്റേജ് ആണ് K2 എക്സാംസ്, അതായത് സെമിസ്റ്റർ എക്സാംസിന് ടോട്ടൽ ഹൈ പാസ് പെർസെൻറ്റേജ് ആണ്. കമ്പ്യൂട്ടർ സയൻസിനും ECക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് കമ്പ്യൂട്ടർ സയൻസ് 1,740, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 4,045, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22,507. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കോളേജുകളെ കാട്ടി ഹൈ ഡിമാൻഡുള്ള കമ്പ്യൂട്ടർ സയൻസിനും ECക്കും ഹൈ ഡിമാൻഡുള്ള ഒരു കോളേജ് കൂടിയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അടുത്തതായി വരുന്ന ഒരു കോളേജാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. ഈ കോളേജ് ഒരു ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. നായർ സർവീസ് സൊസൈറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. നല്ല പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ഒരു കോളേജ് കൂടിയാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. NSS കോളേജിലെ ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 21,310, ECE 6,913, കമ്പ്യൂട്ടർ സയൻസ് 3,382, സിവിൽ എഞ്ചിനീയറിംഗ് 17,666. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിനി പറയാൻ പോകുന്നത്.
കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, റൗണ്ട് ഓഫ് അലോട്ട്മെന്റുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി കീമിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ പ്രവേശിച്ചാൽ കഴിഞ്ഞ വർഷത്തെ കീം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, എഞ്ചിനീയറിംഗ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റൗണ്ട് വൈസ് കൊടുത്തതിനാൽ ഓരോ റൗണ്ടിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. തേർഡ് ഫേസ് ആണ് നമ്മൾ ഓരോ വർഷത്തെ ലാസ്റ്റ് റാങ്കായി കണക്കാക്കുന്നത്. അതായത് അവസാനത്തെ റൗണ്ടിൽ എത്രാമത്തെ റാങ്ക് വരെ ഒരു കോളേജിൽ ഒരു കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ചു. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ എൻട്രൻസ് സംബന്ധമായ ലേറ്റസ്റ്റ് വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.